2025 IPL ടൂർണമെന്റിന്റെ 18ാം സീസണിന് അടുത്ത ശനിയാഴ്ച തുടക്കമാവുകയാണ്. ക്രിക്കറ്റ് ആരാധകർ ഏറെ കാത്തിരുന്ന അല്ലെങ്കിൽ ഇനി അവരുടെ ഉറക്കം കളയുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമാണ് മത്സരിക്കുന്നത്. ആദ്യ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുക കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് ആണ്. ഇന്ത്യൻ T20 ടീമിന്റെ ഭാഗമായിട്ടുള്ള ചില താരങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെന്റാണിത്. അതിന് കാരണം വിവിധ ഫ്രാഞ്ചൈസികൾക്കായി IPLൽ തിളങ്ങിയാൽ മാത്രമേ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ അടുത്ത T20 പരമ്പരയിലും ഇവരെ ടീമിൽ നിലനിർത്തുകയുള്ളൂ. അതിന് സാധിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശുമായി ആഗസ്റ്റിൽ നടക്കാനിരിക്കുന്ന അടുത്ത പരമ്പരയിൽ ഗംഭീർ ചില താരങ്ങളുടെ അവസരം നിഷേധിക്കാൻ ചാൻസ് ഉണ്ട്. അത്തരത്തിൽ T20 സീറ്റ് നിലനിർത്താൻ IPLൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കളിക്കാരിൽ പ്രധാനമായും 8 താരങ്ങളാണ് ഉള്ളത്. അവരാണ് IPLൽ ഇത്തവണ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത്. കാരണം മുഖ്യ സെലക്ടർമാരും ഗൗതം ഗംഭീറുമെല്ലാം ഈ കളിക്കാരുടെ പ്രകടനം കൃത്യമായി തന്നെ വിലയിരുത്തുകയും അതിനുശേഷം മാത്രമേ അടുത്ത T20 പരമ്പരയിലും തുടർന്ന് വരാനിരിക്കുന്ന ഏഷ്യ കപ്പിലുമെല്ലാം ഇവരെ പരിഗണിക്കുകയുള്ളൂ. മലയാളി വിക്കറ്റ് കീപ്പറും നിലവിൽ T20 ടീമിന്റെ ഓപ്പണറുമായ സഞ്ജു സാംസൺ, മറ്റൊരു ഓപ്പണറും ഓൾറൗണ്ടറുമായ അഭിഷേക് ശർമ്മ, വമ്പൻ അടിക്കാരനായ ബാറ്ററും ഓൾറൗണ്ടറുമായ ശിവം ദുബെ, ഫിനിഷർ റിങ്കു സിംഗ്, സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ, വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേൽ, വെറ്ററൻ പേസർ മുഹമ്മദ് ഷമി, യുവ സ്പിന്നർ രവി ബിഷ്ണോയ് എന്നിവരാണ് ഗംഭീർ ഒഴിവാക്കിയേക്കാവുന്ന 8 താരങ്ങൾ. ഇപ്പോഴും T20യിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരായിട്ടില്ല. സ്ഥിരം ഓപ്പണിംഗ് ജോഡികളായ ശുഭ്മാൻ ഗില്ലിനും യശസ്വി ജയ്സ്വാളിനും അവസാന 3 പരമ്പരകളിൽ കളിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ സഞ്ജു അഭിഷേക് സഖ്യത്തെ കോച്ച് പരീക്ഷിക്കുകയായിരുന്നു. എന്നാൽ ഈ കോമ്പിനേഷൻ ക്ലിക്ക് ആവുകയും ചെയ്തു. പക്ഷേ ഇംഗ്ലണ്ടിനെതിരെയുള്ള അവസാന പരമ്പരയിൽ സഞ്ജു ഫ്ലോപ്പ് ആയിരുന്നു. അതിനുശേഷമാണ് സഞ്ജു ഇപ്പോൾ IPLൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിനൊപ്പമുള്ള താരത്തിന്റെ പ്രകടനം ഗംഭീർ തീർച്ചയായും ശ്രദ്ധിക്കുമെന്ന് ഉറപ്പാണ്. ഇതിൽ നിറം മങ്ങിയാൽ അടുത്ത പരമ്പരയിൽ സഞ്ജുവിനെ ഗംഭീർ കൈവിട്ടേക്കുകയും ചെയ്യും. അഭിഷേകിന്റെ കാര്യവും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇംഗ്ലണ്ടുമായുള്ള അവസാന പരമ്പരയിൽ സെഞ്ചുറി അടക്കം നേടി കസറിയെങ്കിലും തൊട്ടു മുമ്പത്തെ T20 പരമ്പരകളിൽ താരം നിരാശപ്പെടുത്തിയിരുന്നു. അതിനാൽ ഗംഭീറിന്റെ വിശ്വാസം നേടിയെടുക്കാനും T20 ടീമിലെ സ്ഥാനം കാത്തു സൂക്ഷിക്കാനും സൺറൈസേഴ്സ് ഹൈദരാബാദിനായി അഭിഷേക് നല്ല രീതിയിൽ വിയർക്കേണ്ടി വരും. ധ്രുവ് ജുറേലിലേക്ക് വന്നാൽ സമീപകാലത്തെ പരമ്പരകളിൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ടാണ് അദ്ദേഹം ടീമിന്റെ ഭാഗമായിട്ടുള്ളത്. ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ, KL രാഹുൽ എന്നിവരെല്ലാം ഇപ്പോൾ T20 ടീമിന് പുറത്താണുള്ളത്. രാജസ്ഥാൻ റോയൽസിനായി IPLൽ തിളങ്ങിയെങ്കിൽ മാത്രമേ അവരെയെല്ലാം പുറത്തു തന്നെ നിർത്തി ജുറേലിന് T20 ടീമിൽ തുടരാൻ സാധിക്കുകയുള്ളൂ. വാഷിംഗ്ടൺ സുന്ദർ ഏത് നിമിഷവും T20യിൽ പുറത്താവലിന്റെ വക്കിലാണുള്ളത്. അതിനാൽ ടീമിൽ അവസരം ഉറപ്പിക്കാൻ അവസാന പിടിവള്ളിയാണ് അദ്ദേഹത്തിന് IPL എന്നത്. റിങ്കു സിംഗും നന്നായി സൂക്ഷിക്കണം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി ഫിനിഷറുടെ റോളിൽ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്താനായില്ലെങ്കിൽ T20 ടീമിലെ സ്ഥാനം കാത്തു സൂക്ഷിക്കുക കടുപ്പം തന്നെയാവും. ബൗളിംഗിൽ തന്റെ T20 കരിയർ അവസാനിച്ചിട്ടില്ലെന്ന് ഗംഭീറിന് കാണിച്ചു കൊടുക്കാൻ മുഹമ്മദ് ഷമിയുടെ നല്ല അവസരമായിരിക്കും ഈ സീസൺ.